നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയിൽ രാത്രി ഹരീഷും നികേഷും സുഭാഷും ഒക്കെ കിടന്നുറങ്ങുവാണ്. ആ സമയത്താണ് ഹരീഷിന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പം ഹരീഷ് പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം നീതുവിന്റെ മെസ്സേജാണ്. ഉറങ്ങിയോന്നും ചോദിച്ചുകൊണ്ട് ആ സമയത്ത് ഹരീഷ് ആലോചിച്ചു, എന്തായിരിക്കും ഈ സമയത്ത് മെസ്സേജ് അയച്ചേ. പിന്നീട് ഹരീഷ് ഇല്ലാന്ന് മെസ്സേജ് അയച്ചു. അല്ല, എന്തെടുക്കുമായിരുന്നു ചോദിച്ചു. കിടക്കുമായിരുന്നു പറഞ്ഞു. ആണോ, എങ്കിൽ ഞാൻ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. വിളിക്കാനോ? വേണ്ട, ശരിയാവത്തില്ലെന്ന് പറഞ്ഞു. അതെന്താ വിളിച്ചാലെന്ന് ചോദിച്ചു. ഇവിടെ എല്ലാവരും ഉണ്ടോ? ഓ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് സംസാരിക്കാൻ എന്താ ഇത്രയ്ക്ക് മടിയാണെന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും നീതു മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. ഹരീഷിന് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എന്ത് ചെയ്യണമെന്നറിയില്ല. എങ്ങാനും ഇപ്പം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഇവരെങ്ങാനും അറിഞ്ഞാലോ എന്നൊരു ടെൻഷനായിരുന്നു ഹരീഷിന്റെ മനസ്സിൽ. ഒടുവിൽ നീതു പറഞ്ഞു, ഓ വിളിക്കുന്ന സമയത്ത് കോൾ എടുക്കാൻ പോലും പറ്റില്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ജാടയല്ലെന്നൊക്കെ ചോദിച്ചു. എന്നെ പറഞ്ഞാൽ മതി, ഞാൻ ഹരീഷേൻ്റെ പിന്നാലെ വന്നിട്ടല്ലേ. ഒടുവിൽ ഹരീഷ് പറഞ്ഞു, ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഹരീഷ് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നീതുവിനെ വിളിക്കുവാണ്. നീതു കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഹരീഷ് ചേട്ടൻ വിളിക്കുമെന്ന്. അതെ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാ കിടന്നുറങ്ങണേന്ന് പറഞ്ഞു. ഒരുമിച്ചോ? അതെ, ഞാനും നികേഷും സുഭാഷേനും എല്ലാവരും ഒരുമിച്ചാ കിടന്നുറങ്ങണേ. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് സംസാരിക്കാതിരുന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നീതി ചോദിച്ചു, ഇപ്പോഴും നിങ്ങൾ ഒരുമിച്ചാണോ കിടന്നുറങ്ങണേ? അതിനെന്താ ഒരുമിച്ച് കിടന്നുറങ്ങിയാലേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് ഹരീഷ് ചോദിച്ചു, എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ വെറുതെ വിളിച്ചാ, ഉറക്കം വന്നില്ല അതുകൊണ്ട് വിളിച്ചാന്ന് പറഞ്ഞു. അല്ല, ഹരീഷിന് എന്നോടൊന്നും സംസാരിക്കാനില്ലേന്ന് ചോദിച്ചു. എന്ത് സംസാരിക്കാൻ? ഓ അപ്പോൾ ഒന്നും സംസാരിക്കല്ല, വേണ്ട, ഞാൻ വെച്ചേക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, വേണ്ട സംസാരിച്ചോളാൻ പറഞ്ഞു. അല്ല ഹരീഷേട്ടന് എന്തായാലും സംസാരിക്കുക, ഞാനിപ്പോൾ എന്ത് സംസാരിക്കാനാ? പിന്നീട് നീതു ഓരോന്നിങ്ങനെ പറയണ, ഇത്ര മാറ്റം ഹരീഷിനേട്ടൻ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമില്ല. എത്ര പെട്ടെന്നാണ് മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ കുറേ സമയം ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ഹരീഷ് പതുക്കെ മാറി വരുന്നുണ്ടായിരുന്നു. ആദ്യം നീതിനോട് സംസാരിക്കാൻ പോലും ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. കുറേ സമയം സംസാരിച്ചു. അങ്ങനെ ഒടുവിൽ ഹരീഷ് പറഞ്ഞു, എന്നാൽ ശരി, ഇനി പോയി കിടന്നോളാൻ പറഞ്ഞു. നീതു പറഞ്ഞു, ശരി എന്നാൽ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വെക്കാനായിട്ട് ഒരുങ്ങുവാണ്. ഈ സമയത്ത് നികേഷ് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഹരീഷിനെ അടുത്ത് കാണുന്നില്ല. ഹരീഷാണ് ഇത് എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെയൊക്കെ നോക്കി കാണുന്നില്ല. പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അവിടെ നിന്ന് ഫോൺ വിളിച്ച് ആസ്വദിച്ച് നിൽക്കുന്ന ഹരീഷിനെ. നികേഷ് അവിടെ നിന്നു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ നീതിനോട് സംസാരിച്ച് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷിൻ്റെ അടുത്തേക്ക് നികേഷ് വന്നിട്ട് ചോദിച്ചു, ആരായിരുന്നു ഫോണിൽ ചോദിച്ചു. ആര്? പിന്നെ കുറച്ച് സമയം ആയല്ലോ തുടങ്ങിയിട്ട്. അല്ല അത് പിന്നെ എടാ നീ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കണമെന്ന് ചോദിച്ചു. അതെന്താ? ഞാൻ ഉറക്കം ഉണർന്നു കഴിഞ്ഞപ്പം ഹരീഷിനെ കണ്ടില്ല. അപ്പം ഞാനൊന്ന് അന്വേഷിച്ചു വന്നു. അതിലെന്താ തെറ്റിരിക്കുന്നത്? എന്നാൽ പിന്നെ സുഭാഷേട്ടനെ വിളിക്കാം. സുഭാഷേട്ടനെ വിളിച്ചിട്ടൊന്ന് പറയാമെന്ന് പറഞ്ഞു. ഹരീഷേട്ടൻ രാത്രിയിൽ ഇവിടെ ഏതോ ഒരു പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അയ്യോ ചതിക്കല്ലടാ, എന്നാൽ സത്യം പറ, ഏതാ പെണ്ണെന്ന് ചോദിച്ചു. പിന്നെ പെണ്ണൊന്നുമല്ല. പെണ്ണല്ലാതെ പിന്നെ ഈ പാതിരാത്രിയിൽ ആണുങ്ങൾ വിളിച്ചാണോ ഹരീഷേട്ടനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താന്ന് ചോദിച്ചു. ഒടുവിൽ ഹരീഷിന് എന്ത് മറുപടി പറയാൻ നടത്തില്ല. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, എനിക്ക് മനസ്സിലായി ആളാരാന്ന്. ആരാ? നീതു അല്ലേന്ന് ചോദിച്ചു. നീതുവോ? പിന്നെ എൻ്റെ അടുത്ത് ഒളിച്ച് കളിക്കണ്ട. അങ്ങനെ ഹരീഷേട്ടനും ചാറ്റ് തുടങ്ങി. ഹരീഷേട്ടനും ലൈനായി. ഇതിൻ്റെയും കൂടി ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. എന്നാലും സമ്മതിച്ചു കൊടുത്തിരിക്കും നീതുവിനെ. ഇത്ര പെട്ടെന്ന് വളച്ചെടുത്തില്ലേ? ഹരീഷേട്ടൻ ഒരിടത്തും വളയാത്ത ഒടിയാത്ത ഒരാളായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഹരീഷേട്ടനും ഒന്നും മിണ്ടിയില്ല. പകരം ഹരീഷിൻ്റെ മുഖത്തൊരു ചമ്മലൊക്കെ ഉണ്ടായി. ഓ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹരീഷേട്ടൻ്റെ മുഖത്തൊരു നാണം. എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് സുധീഷിന് ഉറക്കം വരുന്നില്ല. സുധീഷ് ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും കിടക്കുക. നീതി ഇതിനായിട്ടും വന്നിട്ടില്ല. അവളുടെ വീട്ടുകാരുമായിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കുക. എപ്പോഴെന്തോ വരുന്നത്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും നിധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് പോയി ബെഡിലേക്ക് കിടന്നു. ഓ അവൾ വരുമ്പോൾ ഉറങ്ങിയതായിട്ട് ഭാവിച്ച് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിധി അകത്തേക്ക് കയറി വന്നു. നികുതി അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ സുധീഷിനെ നോക്കുകയാണ്. സുധി ഇത്ര പെട്ടെന്ന് കിടന്ന് ഉറങ്ങിയോ? ഓ വിളിച്ചാലോ എന്നൊക്കെ ഓർത്ത് ഒരു നിമിഷം നിന്നു. വേണ്ട, വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഉറക്കം നഷ്ടപ്പെട്ടാലോ, പാവം കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കയ്യിൽ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്ന് ഒച്ച ഉണ്ടാക്കാതെ ആ ടേബിളിലേക്ക് വെച്ചു. പിന്നെ ശബ്ദം ഉണ്ടാക്കാതെയാണ് ബെഡിലേക്ക് പോയി കയറുന്നത്. കാരണം നിലത്ത് ബെഡിലാണ്
സുധീഷ് കിടക്കണം. എങ്ങാനും ശബ്ദം കേട്ടിനിപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടാലോ എന്ന് കരുതി. സുധീഷിന് മനസ്സിലായി പാപം താന് ഉറങ്ങുവാണല്ലോ, ഉറക്കത്തെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാന്ന് തോന്നേ ഒച്ചപ്പാടും ബേളം ഉണ്ടാക്കാതെ പോയി കിടക്കണേ. അങ്ങനെ നിധി പതുക്കെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു കഴിഞ്ഞപ്പോഴത്തേന് സുധീഷ് എന്ത് ചെയ്തു, പതൊക്കെ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന പോലെ കിടക്കുവാണ്. ആ സമയം നിധി ചോദിച്ചു, സുധീഷ് ഉറങ്ങിയില്ലായിരുന്നു എന്ന് ചോദിച്ചു. ആ എന്താ ചോദിച്ചേ? ഉറങ്ങിയില്ലായിരുന്നു. ഞാൻ ഉറങ്ങിയായിരുന്നു. ആ നിധി എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ വന്നോളൂ. ആണോ? ഞാൻ കിടന്നുറങ്ങിപ്പോയി. കുറേ സമയം ഞാൻ നോക്കിയിരുന്നു. പിന്നെ നിധിയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞു. അയ്യോ സോറി കേട്ടോ സുധീഷേ, അച്ഛനും അമ്മയൊക്കെ ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചിരുന്നോണ്ടേ സമയം പോയത് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചു പോയത്. അതിന് സുധീഷിന് ഉറങ്ങായിരുന്നല്ലോ. ഞാൻ വന്നിട്ട് ഉറങ്ങണം നിർബന്ധമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും നിധി വരാതെ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു. സാരമില്ല എന്നൊക്കെ നിധി പറയുന്നുണ്ട്. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ നിധിയാണ് അന്ന് വീട്ടിലെല്ലാവർക്കും ചായ ഇട്ടെ. രാജീവിനും ഹേമയ്ക്കും സാന്ദ്രയ്ക്കും ഒക്കെ കൊണ്ട് ചായ കൊടുക്കുകയാണ്. അങ്ങനെ ചായ കുടിച്ചു നോക്കിയിട്ട് രാജീവൻ പറഞ്ഞു, കൊള്ളാലോ മോളെ, സൂപ്പറായിട്ടുണ്ട്. സ്പെഷ്യൽ ചായ ഞാൻ തോന്നില്ല, ഇഞ്ചിയൊക്കെ ഇട്ട്. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു അതെ അച്ഛാന്ന് പറഞ്ഞു. ഹേമൻ പറഞ്ഞു കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. രാജീവ് പറഞ്ഞു കണ്ടില്ലേ നമ്മുടെ മോളുടെ കൈപ്പുണ്യം, ഇങ്ങനെ വേണം. എടി നീ എങ്ങനെ ഈ ചായ ഉണ്ടാക്കണേന്ന് ഇവളോട് ചോദിച്ചെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. ഹേമ പറഞ്ഞു കണ്ടോ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചായക്ക് കുറ്റമല്ലേന്ന് ചോദിച്ചു. പിന്നല്ലാതെ നീ ഇത്ര നന്നായിട്ട് ചായ എനിക്ക് വെച്ചു വരുമോയെന്ന് ചോദിച്ചു. അതെ ഞാൻ ചായ വെച്ച് തന്നേനോ, പക്ഷേങ്കിലേ ഒരു തവണ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ മണിക്കൂർ ഇടവിട്ട് എന്നോട് ചായ ചോദിച്ചുകൊണ്ടിരിക്കില്ലേ, എനിക്ക് അതിന് മാത്രമേ പണി കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ടേസ്റ്റിനൊന്നും ഉണ്ടാക്കി തരാത്തേന്ന് പറഞ്ഞു. ആ സമയം നീതി പറഞ്ഞു എനിക്ക് ആദ്യം ചായ ഒന്നും വെക്കാൻ അറിയണ്ടായിരുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. പക്ഷേ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാനിത് പഠിച്ചെടുത്ത് ഒരു 10-30 തവണ റിഹേഴ്സൽ നടത്തി. കാരണം ഓരോ തവണ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി വന്നുകൊണ്ടിരുന്നു. പക്ഷെ എന്നാലും അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവരൊക്കെ അത് കുടിക്കും, ഇത് സൂപ്പറാന്ന് എന്നോട് പറയുകയും ചെയ്യും. ഒടുവിൽ ഞാനത് ഉണ്ടാക്കിയാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഹേമ ചോദിച്ചു അല്ല മോളെ അപ്പോൾ അവിടെ പാചകവും നീ തന്നെയാണോന്ന് ചോദിച്ചു. പാചകമോ? അത് ഞാനൊന്നും അല്ല സുഭാഷേണ്ണ. ഞാൻ അങ്ങോട്ട് ചെന്നാലും സുഭാഷേണ്ണ ഇനി ഒന്നിനും സമ്മതിക്കില്ല. ഈ ചായ വെക്കാൻ പോലും സമ്മതിക്കില്ല. ഞാൻ നിർബന്ധം പിടിച്ചാണ് ചായ വെക്കുന്നത്. പിന്നെ അല്ലാതെ ആഹാരം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ള സുഭാഷേട്ടൻ പറയും മോൾ അവിടെ പോയിരുന്ന ഞാൻ തയ്യാറായിക്കോളാന്ന് പറയും. എന്നെ അവിടേക്ക് കയറ്റത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജീവനും ഹേമയൊക്കെ പരസ്പരം നോക്കുവാണ്. പിന്നീട് ഹേമ രാജീവനോട് പറഞ്ഞു മോൾ അവിടെ നിൽക്കുവാണെങ്കിൽ കുറച്ച് നാളുകളുണ്ട് പെട്ടെന്നെല്ലാം പഠിച്ചെടുക്കൂല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയം സാന്ദ്രയോട് നിധി ചോദിച്ചു അല്ല സാന്ദ്രേച്ചി എന്താ ഒന്നും പറയാത്തെ? ഞാൻ തന്ന ചായ കുടിച്ചിട്ട് സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അല്ല സാന്ദ്രേച്ചി ഒന്നും പറയാതിരുന്നപ്പോൾ ഞാൻ ഓർത്തു സാന്ദ്രേച്ചിക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലെന്ന്. ഏയ് ഇല്ല എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. നല്ല രുചിയുണ്ട്, പിന്നെ എല്ലാവരും അഭിപ്രായം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. ചട്ടിച്ചട്ടിയാണ് വരുന്നത്. എന്താ അരുണേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. സാന്ദ്ര ഓടി ചെന്ന കയ്യിലേക്ക് പിടിക്കുകയാണ്. അതെ കാലിലൊരു ചെറിയ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ അരുൺ ഇരുന്നു. അപ്പോഴേക്ക് ഹേമയും രാജുവിനും ഒക്കെ ചോദിച്ചു എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. അതെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കുള്ള ലോഡ് ഇറക്കുമായിരുന്നു. ആ സമയത്ത് ഒരു കെട്ട് വന്ന് കാലേ വീടതാ എന്ന് പറഞ്ഞു. അയ്യോ എന്നിട്ട് എന്തായി? പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് ബാൻഡേജ് ചുറ്റിയേക്കെന്ന് പറഞ്ഞു. എടാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലൊന്ന് രാജുവും ചോദിച്ചു. വേണ്ടച്ച അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. കുറഞ്ഞില്ലേ നാളെ പോവാന്ന് പറഞ്ഞു. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നത്. സുധീഷ് വന്നു കഴിഞ്ഞപ്പം നിധി എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. കാര്യം തിരക്കഴിഞ്ഞപ്പോൾ ഇതാ കാര്യം എന്ന് പറഞ്ഞു. ആ സമയം സുധീഷ് നിധിയോട് പറഞ്ഞു ചിലപ്പം വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല, ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നീര് വെക്കൂല്ലോ കാലിന്, അങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. നിധി പറഞ്ഞു അത് ശരിയാണല്ലോ, എന്നാലും അരുണേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ പോയേക്കാം, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞു. അരുൺ പക്ഷേ സമ്മതിച്ചില്ല, വേണ്ടാന്ന് പറഞ്ഞു. ഹേമ പറഞ്ഞു അല്ലെങ്കിൽ ഇവനിങ്ങനെയാ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഒരു ചൂടുമില്ല. എടാ സ്വന്തം കാലാന്നുള്ള കാര്യം ഓർമ്മ വേണം. ഇത്തിരി കഴിയുമ്പോൾ വേദന കൂടിയിട്ടുണ്ട് എന്ത് ചെയ്യും? അത് വേദന കൂടുമ്പോഴല്ലേ, വേദന കൂടുമ്പം പോകാലോ അമ്മയെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് രാജീവൻ ചോദിച്ചു അയ്യോ അതെങ്ങനെയാ? ഓരോന്നൊക്കെ പോയി ഒപ്പിച്ച് വെച്ചിട്ട് വന്നോളും. എടാ ഇനി എങ്ങനെ എനിക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്താച്ചാ എടാ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലത്ത് ഞാൻ പോകണമെന്ന് എന്നോട് പറഞ്ഞല്ലേന്ന് ചോദിച്ചു. കുറച്ച് ക്യാഷൊക്കെ കൊണ്ടേ കൊടുക്കാനായിട്ട്. അയ്യോ ആ കാര്യം ഞാൻ മറന്നുപോയി. അപ്പോഴേക്ക് സാന്ദ്ര ചോദിച്ചു എവിടെയാച്ചാന്ന് ചോദിച്ചു. ഒരു 100 കിലോമീറ്റർ പോകണം. ഇന്ന് തന്നെ പണം കുറച്ച് സാധനങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇനി എന്ത് ചെയ്യും? ഹേമ പറഞ്ഞൊരു കാര്യം ചെയ്ത് നമുക്ക് മാനേജറെ വിളിച്ചാലോ? മാനേജറെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇപ്പം എന്താ ഒരു കാര്യം ചെയ്യാം, ഞാൻ തനിച്ച് പോകാമെന്ന് പറഞ്ഞു. സാന്ദ്ര പറഞ്ഞു തനിച്ച് പോകാനോ? 100 കിലോമീറ്റർ ഉണ്ട്, അച്ഛൻ തനിച്ച് പോകാനോ? അതൊന്നും ശരിയാവുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? അല്ല
സുധീഷ് ഡ്രൈവറല്ലേ, സുധീഷ് പോവില്ലേ എന്ന് അവൻ ചോദിക്കുകയാണ്, അരുൺ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ സുധീഷ് ഒരു ഞെട്ടലുണ്ടായി. തനിക്കിട്ടുള്ള പണിയാണെന്ന് മനസ്സിലായി. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ. രാജു പറഞ്ഞു, മോൻ്റെ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു പോയിരുന്നു, ഇന്ന് അത്യാവശ്യമായിട്ടൊരു ഉള്ള കാര്യമാണ്. ഒരു കാര്യം ചെയ്യും, മോൻ ഇവിടെ നിൽക്കുക, ഞാൻ കുറച്ച് സാധനം എടുത്തോണ്ടിരാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ഒരു ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കുറേ പണവും സ്വർണ്ണവും എല്ലാം വേറൊരു ബാഗിലേക്ക് മാറ്റുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷിനെ കണ്ണ് തള്ളിപ്പോയി. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞത്, ഇതാണ് സാധാരണ ആൾക്കാരുടെ കൊടുത്തു വിടാൻ പറ്റില്ല, പിന്നെ എനിക്കിത്ര ദൂരം വരാനും പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ മോനെ ഏൽപ്പിക്കുന്നത്, മോനമ്മ വിശ്വസിച്ച് തന്നു വിടാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞു. സുധീഷിന് അപകടം എടുത്തു. സുധീഷിന് മനസ്സിലായി തനിക്കിട്ടുള്ള പണിയാണോ ഈ വരുന്നതെന്ന്. കാരണം നിസ്സാര കാര്യമല്ലത്. ഇനി ഇതിൻ്റെ പേരിൽ തന്നെ നിധിയും തമ്മിൽ അകറ്റ എന്നൊരു ചിന്തയായിരിക്കും അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്നത്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്ന പോലെ സുധീഷിന് ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. സുധീഷിനെ കൊടുക്കാൻ നോക്കുന്ന. അപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് കാണാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.